Hi dears, welcome back to Fashion Week Designs. നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ്. ഒരു പ്രീമിയം ഷിനോൺ ബേസ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഭയങ്കര ഗ്ലോസി ആയിട്ട് നിൽക്കും. അതിലെ വർക്ക് കണ്ടോ, അത് ഇതുപോലെ ഫുൾ ത്രെഡ് വർക്കും സീക്വൻസിങ് വർക്കും ആണ്. അത് സെൽഫ് ടോണിലാണ് അത് സീക്വൻസിങ് വരുന്നത്. എന്നാൽ ഇത് മൂവിങ് ആണ്. നമ്മൾ ഒരുപാട് ഈ ടൈപ്പ് ഡിസൈൻസ് കാണിച്ചിട്ടുണ്ട്. അധികം കാണിക്കാനും വന്നില്ല. അതിന് മുന്നേ തന്നെ ഷോപ്പിൽ തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ടൈപ്പ് ഒരു ഐറ്റം ആണിത്. നല്ല റിക്വയർമെന്റ് ഉള്ള നല്ല സജഷൻസ് പറയുന്ന ഐറ്റം ആണ്. അപ്പം കൂടുതൽ കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഹെവി ക്വാണ്ടിറ്റി ഇല്ല. വേഗം അതുകൊണ്ട് വേണ്ടവർ പർച്ചേസ് ചെയ്തോളുക. നോക്കാം. സോ ഇപ്പോൾ ഇതിലെ ഫസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡാണ്. ഒരു ഗ്രേപ്പ് കളറാണ് വന്നേക്കുക. ഫ്രണ്ടിലാണ് ആ ത്രെഡ് വർക്കും സീക്വൻസിങ് വരുന്നത്. ബാക്ക് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വരും. നല്ല എക്സാക്ട് ഷിനോൺ അല്ല, എന്നാലും ഷിനോണിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒതുങ്ങിക്കിടക്കും. എന്നാൽ ഫ്രണ്ട് വരുമ്പോൾ ഫുൾ ഒരു ഇതുണ്ട്, ഫുൾ ഒരു ഫംഗ്ഷൻ വെയർ ലുക്കാണത്. വീഡിയോയിൽ സെൽഫ് സീക്വൻസിങ്ങിൻ്റെ അത്രയും കാണത്തില്ല, ബട്ട് നേരിട്ട് കാണുമ്പം നല്ല ഹെവി ആയിട്ട് തന്നെയാണ് അതിൽ വർക്ക്. ദുപ്പട്ടയും ബോർഡർ ഹെവി ആയിട്ട് ആ ഒരു സെയിം ഫാബ്രിക്കിൻ്റെ ബോർഡർ പാറ്റേൺ ചെയ്തിട്ടുണ്ട് വിത്ത് ലേസ് അറ്റാച്ച്മെൻറ്റ്. ബാക്കി ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വരുന്നൊരു ഷിഫോൺ ബേസ് ഫാബ്രിക് ആണ് ദുപ്പട്ടയിൽ യൂസ് ചെയ്തേക്കുക. ബോർഡേഴ്സിൽ ലേസ് കൊടുത്തിട്ടുണ്ട്. സോ അടുത്ത ഷെയ്ഡ് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ്. ഇത് ഫുള്ളും ഇങ്ങനത്തുണ്ടോ, അതായത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ചെക്ക് സെൽഫ് കളർ തന്നെയാണ് ഈ ത്രെഡ് വർക്ക് വരുന്നത്. എന്നാലും കുറച്ച് ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള ഒരു കോളം അറേ പാറ്റേൺസ് കാണാമായിരിക്കും. ഫുള്ളും ബ്ലാക്ക് ബേസ് ആണ്. നേരിട്ട് കാണാനാണ് ഇതിന് കൂടുതൽ കുറച്ചും കൂടെ ലുക്ക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഫംഗ്ഷൻ വെയർ ആണ്. അതാണ് അതിന് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടാണ്. ദുപ്പട്ട വളരെ ഒതുങ്ങി കിടക്കും. ടോപ്പും അതെ ആ ഒരു ഷിനോൺ ബേസ്, പ്രീമിയം ഷിനോൺ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ബോട്ടവും ഒരു കൈൻഡ് ഓഫ് ഫ്രയോൺ ബേസ്, അത്യാവശ്യം പ്യുവർ കണ്ടന്റ് ഉള്ള ടൈപ്പ് ഫാബ്രിക് ആണെന്ന് തോന്നുന്നു. ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളുന്ന ഫാബ്രിക് അല്ല. അതുകൊണ്ട് തന്നെ ബോട്ടവും പ്യുവർ ആണ് യൂസ് ചെയ്തേക്കുക. ആണ് ലുക്ക്. സോ അടുത്ത ഷെയ്ഡ് ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റ് ബ്ലൂ ആണ്. വീഡിയോയിൽ അത് ആ ഒരു കളർ അല്ല വന്നിരിക്കുന്നത്. നല്ല ഷെയ്ഡ്സ് ആണ് ഇത് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന, ഇതെനിക്ക് തോന്നുന്നു കൂടുതലും അമ്മമാർക്കാണെങ്കിലും അവർക്ക് പറ്റുന്ന ഒരു കളറാണ്. വർക്ക് അത്യാവശ്യം ഹെവി ഉണ്ട്. എല്ലാവർക്കും ഏത് ഏജിനും പറ്റുന്ന ടൈപ്പ് വർക്കാണ് പോയിരിക്കുന്നത്. എന്നാൽ നല്ല ഗ്രാൻഡ് ഐറ്റമാണ്. 1395 പ്രൈസ്. സോ ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇത് ഫുള്ളും ത്രെഡ് വർക്കും അതിനകത്ത് ഫുള്ളും സെൽഫ് കളറിൽ ചെറിയ സീക്വൻസിങ് വർക്കും ടോപ്പ് ഓൾ ഓവർ വരുന്നുണ്ട്. ഇതൊരു ബ്യൂട്ടിഫുൾ ലൈലാക്കിൻ്റെയും ലാവൻഡറിൻ്റെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്. പ്യുവർ ബേസ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് ബോട്ടവും ടോപ്പും. അത് ഷിനോൺ എന്ന് പറഞ്ഞാലും കുറച്ചുകൂടി ഒരു പ്യുവർ കണ്ടന്റിലുള്ള ഷിനോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ മാക്സിമം ഫസ്റ്റ് വാഷൊക്കെ ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം. 1395 ആണ് പ്രൈസ്. സോ ഇത് ഒരു ബ്ലൂവിഷ് ഗ്രീൻ ആണ്. ഗ്രീൻ ആണെന്ന് തോന്നുന്നു നേരിട്ട് കാണുമ്പോൾ ഹൈലൈറ്റഡ്. വീഡിയോയിൽ ബ്ലൂ ആയിരിക്കും, ബട്ട് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഗ്രീൻ ആണ് ഹൈലൈറ്റഡ്. ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ കളർ ഷെയ്ഡാണ്. ഒരു ഒലിവ് ബേസ് ആയിട്ടുള്ള ഗ്രീൻ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. നല്ല ഒരു ഷിനോൺ ബേസ്. ഈ ഷിനോൺ ഫാബ്രിക്കും അധികം ചൂടില്ല, നല്ല ഒരു കൂളിംഗ് ഇഫക്റ്റ് ഉള്ള ഫാബ്രിക് ആണ്. 1395 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ ഇതാണ് സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ബ്രൗൺ കാരമലൊക്കെ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡ്. സോ ഇപ്പോൾ ഇതിലെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്ന ഈ ഒരു സഫയർ ഗ്രീൻ, ലൈറ്റ് ഗ്രീനിൻ്റെ ചെറിയ ബ്ലണ്ട് ഉള്ള ഒരു ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡ്സ് വേഗം പർച്ചേസ് ചെയ്തോളുക. താങ്ക് യു.